നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം വേണമെന്നും തന്റെ കയ്യിൽ അതിനുള്ള പണം ഇല്ലെന്നും പറഞ്ഞ പി.വി. അൻവറിന്റെ ആസ്തി 52,21,00,000 രൂപയാണ്. 20 കോടിയാണ് ബാധ്യത രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വർണവും ജംഗമ വസ്തുക്കളുമായി 18,14,00,000 രൂപയുടെ ആസ്തി ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവര കണക്കിലാണ് ഈ രേഖപ്പെടുത്തൽ. എം സ്വരാജിന് 62 ലക്ഷം രൂപയുടെ ആസ്തിയും 9 ലക്ഷം രൂപയുടെ ബാധ്യതയുമാണുള്ളത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ നയാ പൈസ ഇല്ലെന്നായിരുന്നു മുൻപ് പി.വി. അൻവർ പറഞ്ഞിരുന്നത്. മത്സരിക്കാൻ ഒരുപാട് കാശ് വേണമെന്ന് അന്ന് വാർത്താ സമ്മേളനത്തിലാണ് അൻവർ വ്യക്തമാക്കിയത്. മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശേഷിയില്ലെന്ന് പറഞ്ഞ അൻവറിന്റെ ആസ്തിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ നിലമ്പൂരിൽ രാഷ്ട്രീയം ആകെ കിടന്ന് പുകയുകയാണ്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുമായിട്ടുണ്ട്. അതിനിടയിലാണ് അൻവറും അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പല ചർച്ചകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അൻവർ ജയിച്ചാൽ ലീഗിൽ ചേരുമെന്നാണ് ധാരണ. ലീഗിന് മലപ്പുറത്ത് എക്കാലവും പാരയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ജയിക്കേണ്ടതില്ലെന്നാണ് ലീഗിന്റെ തീരുമാനം. നിലമ്പൂർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെ വാട്ടർലൂ ആകും. സതീശൻ അൻവർ വിഷയത്തിൽ പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ലെന്ന് ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. സതീശന്റെ പ്രതികരണ രീതി ചർച്ചയായതോടെ കാര്യങ്ങളെല്ലാം സതീശിനെതിരായി മാറിയിരിക്കുകയാണ്. ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് പി.വി. അൻവർ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ തുറന്നടിച്ചത്. നവകേരള സദസ്സിന്റെ പേരിൽ പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് കരാറുകാരോട് പണം വാങ്ങിയതായി പി.വി. അൻവർ പറഞ്ഞു. റിയാസും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും കരാറുകാരോട് പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകളുണ്ടെന്നും അൻവർ അവകാശപ്പെടുന്നു. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടേത് സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയാണെന്നും ഇത് യഥാർത്ഥ വഞ്ചനയെന്ന് പി.വി. അൻവർ പറഞ്ഞു. വ്യക്തിഹത്യ നടത്തുന്നതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് വി.ഡി. സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ഗതികേടുണ്ടാകും. ഇതൊരു മുന്നറിയിപ്പായി പറയുകയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരും. നവകേരള സദസ്സിന് പിരിവിട്ടാണ് പൈസ കണ്ടെത്തിയത്. എനിക്ക് 50 ലക്ഷം കടം വന്നു. നിയോജക മണ്ഡലം കമ്മിറ്റികൾക്കായിരുന്നു പണപ്പിരിവിന്റെ ചുമതല. കരാറുകാരിൽ നിന്ന് റിയാസ് നേരിട്ട് പണം പിരിച്ചു. ബലമായാണ് പണം പിരിച്ചത്. എന്നെ വ്യക്തിഹത്യ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കും. തെളിവുകൾ പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് പി.വി. അൻവർ വ്യക്തമാക്കുന്നത്. താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അൻവറിന്റെ കരുത്ത് ജനങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇരുമുന്നണികളെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും. ഭൂരിപക്ഷം ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. തന്റെ മത്സരം ആരെയാണ് ബാധിക്കുകയെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇരുമുന്നണികളിലെയും വോട്ടർമാർ തനിക്കൊപ്പം ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. വഞ്ചകൻ എന്ന മുഖ്യമന്ത്രിയുടെ വിളിക്ക് കൃത്യമായി മറുപടി നൽകും. ജനം വഞ്ചകരെ തോൽപ്പിക്കും. ഇത്തവണ മത്സരം ജനങ്ങൾക്ക് ഗുണമാകുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. പി.വി. അൻവറിനെ ചൊല്ലി UDF-ലുണ്ടായ ഭിന്നത തുടരുകയാണ്. അൻവറിനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശ്രമിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. അൻവറിനെ ഒപ്പം നിർത്താൻ ലീഗ് തുടക്കം മുതലേ ശ്രമിച്ചെന്ന് പറഞ്ഞ് വള്ളിക്കുന്ന് MLA-യും ലീഗ് നേതാവായ അബ്ദുൾ ഹമീദ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിൽ അതൃപ്തി പരസ്യമാവുകയും ചെയ്തിരുന്നു. അൻവറിന് ഇനിയും സമയമുണ്ടെന്നായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ പറഞ്ഞത്. എന്നാൽ വൈകിട്ടോടെ യു-ടേൺ അടിച്ച അദ്ദേഹം എല്ലാ വാതിലുകളും അടഞ്ഞെന്ന് വ്യക്തമാക്കി. UDF നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം. എന്നാൽ ലീഗ് പിന്നണിയിൽ അൻവറിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് വിവരം. അൻവറിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ UDF ഇടപെടണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. നിലമ്പൂരിൽ ജയിക്കൽ ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. UDF-ന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റെയും രാഷ്ട്രീയം. അൻവറിനെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചിരുന്നത്. അതിനായി ശ്രമിക്കുകയും ചെയ്തു. അൻവർ ഇപ്പോഴും ഒരു അടഞ്ഞ അധ്യായമല്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട്. UDF നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിന് മുൻകൈയെടുക്കും. ലീഗിന് വർദ്ധിത സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം. അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ്. അൻവറിനെ കൂടെ കൂട്ടാൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും P.K. കുഞ്ഞാലിക്കുട്ടിയും വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് കളം ഒരുക്കിയത് തന്നെ അൻവറാണ്. അൻവർ ഇപ്പോഴും പിണറായിക്കെതിരായി യുദ്ധമുഖത്തുണ്ട്. അൻവർ ന്യായമായ എന്താവശ്യം ഉന്നയിച്ചാലും പരിഗണിക്കും. ഇതായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ പറഞ്ഞത്. എന്നാൽ P.K. കുഞ്ഞാലിക്കുട്ടി തന്നെ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. അൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. രാവിലെ പറഞ്ഞത് അങ്ങനെയല്ല. വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും.
അൻവർ തന്നെ തീരുമാനിച്ചതാണ് വേണ്ടത്. അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി. അദ്ദേഹം വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിൽ അൻവർ ഒരു ഘടകമല്ലെന്നും അബ്ദുൽ ഹമീദ് വൈകിട്ടോടെ പറഞ്ഞത് ഇതാണ്. ഇനിയാണ് കളി കാണാനിരിക്കുന്നത്. പാണക്കാട് തങ്ങളെ സതീശൻ അപമാനിച്ചെന്ന വിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം. കാരണം പാണക്കാട് തങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ധാർമ്മികത ബാധ്യത UDF നേതൃത്വത്തിനുണ്ട്. ഉമ്മൻചാണ്ടിയും KM മാണിയും UDFന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കാലത്ത് ഇതായിരുന്നു പതിവ്. ചെന്നിത്തലയും പാണക്കാട് തങ്ങൾക്ക് സമാദരണീയനായ സ്ഥാനമാണ് നൽകുന്നത്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം സതീശൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. നിലമ്പൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ല, ഇടതുമുന്നണിയുടെ സീറ്റാണ്. അവിടെ PV അൻവർ ജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല, സ്ഥാനാർത്ഥി അൻവർ ആയതുകൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം. അൻവറിന് നിലമ്പൂരിന്റെ മുക്കും മൂലയും അറിയാം. എല്ലാ കുടുംബങ്ങൾക്കും അൻവറിന്റെ സഹായം എത്തിയിട്ടുണ്ട്. അതാണ് അൻവറിന് നേട്ടമാകാൻ പോകുന്നത്. അൻവറിന്റെ ലക്ഷ്യം പിണറായിയുടെ അവസാനം മാത്രമാണ്. കേരളത്തിൽ BJPക്ക് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് BJPയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുമായി അൻവർ കൈകോർത്തത്. വിവിധ കേസുകളിൽ സംശയനിഴലിലുള്ള അൻവറിനെ സംബന്ധിച്ചിടത്തോളം സ്വയം സംരക്ഷിക്കുക മാത്രമല്ല, പിണറായി ഇല്ലാതാക്കുക വേണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം. ഒപ്പം UDF നേതാക്കളെ ഒപ്പം നിർത്തുകയും വേണം. പിണറായി ഇല്ലാതാക്കാൻ ഏത് ചെകുത്താനുമായി കൈകോർക്കാനാണ് അൻവർ താല്പര്യപ്പെടുന്നത്. വനം നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് താൻ ജയിലിലായതെന്നും മറ്റും പറഞ്ഞുകൊണ്ടാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ഇനി പിണറായി ഇല്ലാതാക്കുക, അത് മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യം. PV അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി വിവരമുണ്ട്. ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു. അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയാണോ രാജ്യസഭാ സീറ്റ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും പരിമിതികളുണ്ടെന്നുമായിരുന്നു മറുപടി. ബംഗാളിൽ ആകെയുള്ള 16 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിൽ 2026 ഏപ്രിലിൽ ഒഴിവ് വരും. നിലവിൽ 12 സീറ്റുകൾ തൃണമൂലിന്റെ കൈവശമാണുള്ളത്. അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നും ദേശീയ നേതൃത്വം അറിയിച്ചു. മമതാ ബാനർജിയുടെ പിന്തുണ അൻവർ നേടിയിട്ടുണ്ടെന്നാണ് അൻവർ പറഞ്ഞത്. പാർട്ടിയിൽ ചേരാനുള്ള ചർച്ചകൾക്കിടെ അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയായിരുന്നു രാജ്യസഭാ സീറ്റ്. കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാമെന്നും പകരമായി തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നുമാണ് അൻവർ പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതിന് മുന്നേ SP നേതാക്കളുമായി സംസാരിച്ച അൻവർ ആ കൂടിക്കാഴ്ചയിലും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാറ്റിലും ഉദ്ദേശം ഒന്നേയുള്ളൂ, അത് പിണറായിയാണ്. MLA സ്ഥാനം രാജിവെച്ച് അൻവറിനോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണിപ്പോൾ സംഭവിച്ചത്. തോറ്റാൽ കൈവിടില്ലെന്നും ഉറപ്പു നൽകി. വിജയിച്ചാൽ MLA ആയി നിയമസഭയിൽ തുടരാം, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വിടാമെന്നാണ് അൻവറിന്റെ ഉപാധിയോടുള്ള നിലപാട്. ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിനെ ഘടകകക്ഷിയാക്കുന്നതിൽ UDFൽ എതിർപ്പുണ്ട്. എന്നാൽ അൻവർ ലീഗിലെത്തിയാൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാനാവില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ലീഗിന്റെ കൂടി പിന്തുണയോടെയാണ് അൻവർ ജയിച്ചത്. മുമ്പ് പാറശാല നിയോജക മണ്ഡലത്തിൽ സംഭവിച്ചതിന് സമാനമാണ് നിലമ്പൂരിലെ അവസ്ഥ. 1996 കോൺഗ്രസ് സുന്ദരൻ നാടാർക്ക് സീറ്റ് നിഷേധിച്ചു. MR രഘുചന്ദ്രബാലിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. WR ഹീബയായിരുന്നു CPM സ്ഥാനാർത്ഥി. കോൺഗ്രസുമായി കൊമ്പുകോർത്ത് സുന്ദരൻ നാടാർ സ്വതന്ത്രനായി മത്സരിച്ചു. അദ്ദേഹം വിജയിച്ചു. സുന്ദരൻ നാടാർ പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി. ഇതാണ് നിലമ്പൂരും നടക്കാൻ പോകുന്നത്.